അനുഗ്രഹം ചൊരിയണമേ നാഥ, നന്മകൾ പകരണമേ. തൃപ്പാദപീഠത്തിൽ അണയും തന്ദാസരെ കൈവിടാത്ത രക്ഷകനേശുവേ. തൃപ്പാദപീഠത്തിൽ അണയും തന്ദാസരെ കൈവിടാത്ത രക്ഷകനേശുവേ. തിരുസവിധേ ഞാൻ വന്നിടുന്നു, തിരുസവിധേ ഞാൻ വന്നിടുന്നു. അനുഗ്രഹം ചൊരിയണമേ നാഥ, നന്മകൾ പകരണമേ. അനുഗ്രഹം ചൊരിയണമേ നാഥ, നന്മകൾ പകരണമേ. മനസ്സു തകർന്ന് അരികിലണയുന്നു കാലംബമാ. ഉള്ളം കലങ്ങി മനസ്സു തകർന്ന് അരികിലണയുന്നു കാലംബമാ. വിടുതലും രക്ഷയും പ്രാപ്തിയും നൽകി, വിടുതലും രക്ഷയും പ്രാപ്തിയും നൽകി. ബലത്തോടെ നടത്തേണമേ എന്നും, ബലത്തോടെ നടത്തേണമേ. അനുഗ്രഹം ചൊരിയണമേ നാഥ, നന്മകൾ പകരണമേ. അനുഗ്രഹം ചൊരിയണമേ നാഥ, നന്മകൾ പകരണമേ. ക്ലേശങ്ങളാകവേ നിൻ തിരുസവിധേ പകർന്നിടുന്നു. ജീവിതമാ ക്ലേശങ്ങളാകവേ നിൻ തിരുസവിധേ പകർന്നിടുന്നു. നീക്കണേ എന്നുടെ ബന്ധനമെല്ലാം, നീക്കണേ എന്നുടെ ബന്ധനമെല്ലാം. കൃപ നൽകി നടത്തേണമേ എന്നും, കൃപ നൽകി നടത്തേണമേ. അനുഗ്രഹം ചൊരിയണമേ നാഥ, നന്മകൾ പകരണമേ. അനുഗ്രഹം ചൊരിയണമേ നാഥ, നന്മകൾ പകരണമേ.
എല്ലാം നന്മയ്ക്കായി, എന്റെ നന്മയ്ക്കായി, എന്റെ ദൈവം നൽകിയിടുന്നതെല്ലാം നന്മയ്ക്കായി, എല്ലാം നന്മയ്ക്കായി, എന്റെ നന്മയ്ക്കായി, എന്റെ ദൈവം നൽകിയിടുന്നതെല്ലാം നന്മയ്ക്കായി. സ്വർഗത്തിൽ നിന്നിൻ ചാരെ വന്നവൻ, പ്രാണൻ തന്നെ വീണ്ടെടുത്തവൻ, ദോഷമായിട്ടൊന്നും എന്റെ താതൻ ചെയ്യില്ല. എല്ലാം നന്മയ്ക്കായി, എന്റെ നന്മയ്ക്കായി, എന്റെ ദൈവം നൽകിയിടുന്നതെല്ലാം നന്മയ്ക്കായി, എല്ലാം നന്മയ്ക്കായി, എന്റെ നന്മയ്ക്കായി, എന്റെ ദൈവം നൽകിയിടുന്നതെല്ലാം നന്മയ്ക്കായി. പ്രതീക്ഷകൾ പലതും തകർന്നിടുമ്പോൾ, പ്രതികൂലമനവധി ഉയർന്നിടുമ്പോൾ, പ്രതീക്ഷകൾ പലതും തകർന്നിടുമ്പോൾ, പ്രതികൂലമനവധി ഉയർന്നിടുമ്പോൾ, സഹനത്തിൻ കൈപ്പുതിർ കുടിച്ചെന്നാലും മാറായി മാധുര്യമാക്കിടും താൻ. സഹനത്തിൻ കൈപ്പുതിർ കുടിച്ചെന്നാലും മാറായി മാധുര്യമാക്കിടും താൻ. സ്വർഗത്തിൽ നിന്നിൻ ചാരെ വന്നവൻ, പ്രാണൻ തന്നെ വീണ്ടെടുത്തവൻ, ദോഷമായിട്ടൊന്നും എന്റെ താതൻ ചെയ്തില്ല. എല്ലാം നന്മയ്ക്കായി, എന്റെ നന്മയ്ക്കായി, എന്റെ ദൈവം നൽകിയിടുന്നതെല്ലാം നന്മയ്ക്കായി, എല്ലാം നന്മയ്ക്കായി, എന്റെ നന്മയ്ക്കായി, എന്റെ ദൈവം നൽകിയിടുന്നതെല്ലാം നന്മയ്ക്കായി. ക്രൂശിനു ശേഷമൊരുയർപ്പുള്ളതായി, അനന്തരം മഹത്വത്തിൻ കിരീടമുണ്ട്. ക്രൂശിനു ശേഷമൊരുയർപ്പുള്ളതായി, അനന്തരം മഹത്വത്തിൻ കിരീടമുണ്ട്. മൺകൂടാരം തകർന്നുടഞ്ഞെന്നാലും കൃപയിന്നത്യന്ത നിക്ഷേപമുണ്ട്. മൺകൂടാരം തകർന്നുടഞ്ഞെന്നാലും കൃപയിന്നത്യന്ത നിക്ഷേപമുണ്ട്. സ്വർഗത്തിൽ നിന്നിൻ ചാരെ വന്നവൻ, പ്രാണൻ തന്നെ വീണ്ടെടുത്തവൻ, ദോഷമായിട്ടൊന്നും എന്റെ താതൻ ചെയ്യില്ല. എല്ലാം നന്മയ്ക്കായി, എന്റെ നന്മയ്ക്കായി, എന്റെ ദൈവം നൽകിയിടുന്നതെല്ലാം നന്മയ്ക്കായി, എല്ലാം നന്മയ്ക്കായി, എന്റെ നന്മയ്ക്കായി, എന്റെ ദൈവം നൽകിയിടുന്നതെല്ലാം നന്മയ്ക്കായി.
ക്ഷോണിയിൽ ക്ഷീണിതനായി മാനസം തേങ്ങിടുമ്പോൾ മാനത്തു ചേർത്തണയ്ക്കും ദുഃഖങ്ങൾ തീരുമപ്പോൾ ക്ഷോണിയിൽ ക്ഷീണിതനായി മാനസം തേങ്ങിടുമ്പോൾ മാനത്തു ചേർത്തണയ്ക്കും ദുഃഖങ്ങൾ തീരുമപ്പോൾ എന്നുമെന്നാശ്രയവും കോട്ടയും യേശു തന്നെ എന്നുമെന്നാശ്രയവും കോട്ടയും യേശു തന്നെ എന്നിൽ കണിക പോലും വീഴ്ത്തും തീണ്ടുകില്ല എന്നിൽ കണിക പോലും വീഴ്ത്തും തീണ്ടുകില്ല നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എന്റെ ഹിതം പോലെ അല്ലേ എൻ പിതാവേ എന്റെ യഹോവേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. അഗ്നിമേഘാതുടുകളാൽ അടിയാനെയെന്നു നടത്തി അനുദിനം കൂടെയിരുന്നു അപ്പനെ കാടാക്ഷിക്കുകയും നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. കർത്താവിൽ പേര് ലോകപ്രസിദ്ധമായുള്ള മാരാമൻ കൺവെൻഷൻ്റെ 131ാമത് സമ്മേളനം 2026 ഫെബ്രുവരിയിൽ നടക്കുവാനായിട്ട് പന്തലിടുന്നതിനായുള്ള കാൽനാട്ട് കർമ്മമാണ് ഇപ്പോൾ നടക്കുവാനായിട്ട് പോകുന്നത്. വളരെയധികം ആളുകളുടെ പങ്കാളിത്തത്തോടുകൂടി ക്രമീകരണങ്ങൾ ചെയ്യുവാനായിട്ട് സഭയും സുവിശേഷ സംഘവും ഒക്കെ ആഗ്രഹിക്കുന്നതായുള്ള അവസരത്തിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടായിരിക്കണം എന്നത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ. പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മെമ്പേഴ്സ്, ജില്ലാ പ്രസിഡന്റുമാർ എല്ലാവരും ഈ കാര്യങ്ങളിൽ വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇത് ഈ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങൾക്കും ഇവിടെ വന്നു ചേരുന്നതായുള്ള എല്ലാ ജനങ്ങൾക്കും അനുഗ്രഹപ്രദമായി തീരുവാൻ തക്കവണ്ണം എല്ലാവരും പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മളുടെ 2026 മാരാമൻ കൺവെൻഷന് വേണ്ടി ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെ മേലും ഇതിൻ്റെ എല്ലാ സംവിധാനങ്ങളിൽ മേലും ഉണ്ടായിരിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നതായുള്ള ആവശ്യമാണിത്. ഈ കൺവെൻഷനിൽ വന്ന് ദൈവവചനത്തിൽ നിന്ന് പ്രസംഗിക്കേണ്ടതായിട്ടുള്ള എല്ലാവർക്കും കാലികവും സംഗതവുമായുള്ള ദൂത് ജനങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം ഇടയായി തീരണമേ എന്നതാണ് നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും. അപ്രകാരം വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, ഭാരതത്തിൽ നിന്നും ഭാരതത്തിന് വെളിയിൽ നിന്നും ആളുകൾ ഇവിടെ വന്നു ചേരുന്നതായിട്ടുള്ള അവസരത്തിൽ സഭയെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും നല്ല അഭിപ്രായത്തോടുകൂടി അവർക്കെല്ലാം മടങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഇടയാകണം. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നതായുള്ള ജനതയ്ക്ക് മതഭേദമന്യേ വന്നു ചേരുന്നതായുള്ള എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള ദൂത് ലഭ്യമായി തീരുവാൻ തക്കവണ്ണം സാധ്യമായിട്ട് തീരുകയും വേണം. അതിനായിട്ട് നമ്മുടെ പ്രാർത്ഥന ഉണ്ടാവണം എന്നത് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ.
നമ്മളുടെ സമീപമുള്ള ഇടവുകളുടെയൊക്കെ പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ പന്തൽ പൂർത്തീകരിക്കുന്നതും അതിൻ്റെ മേച്ചിൽ ഒക്കെ നടക്കുന്നതും. അതിനായി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ എത്തിച്ചേരും എന്നതെനിക്ക് അറിയാവുന്ന ഒരു വസ്തുതയാണ്. അപ്രകാരം ഈ വർഷവും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുവാൻ ദൈവം കൃപ നൽകട്ടെ എന്നത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മളുടെ മാരാമൻ കൺവെൻഷൻ ലോകപ്രസിദ്ധമാണ് എന്നത് ഞാൻ ഓർമ്മപ്പെടുത്തുകയുണ്ടായല്ലോ. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ആയിട്ടുള്ള ആളുകൾക്ക് ഇവിടെ വന്ന് പ്രസംഗം കേൾക്കുന്നതിനായിട്ട് ഏറെ ആളുകൾക്ക് താല്പര്യമുണ്ട്. വയോജനങ്ങളായ ആളുകൾ പോലും നടന്ന് ഈ പന്തലിലേക്ക് വരുന്നത് കാണുന്ന അവസരത്തിൽ അവരുടെ എത്ര തീക്ഷ്ണതയുണ്ട് എന്നത് മനസ്സിലാക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. അവരുടെ വന്ന് ഇരുന്ന് ദൈവസാന്നിധ്യം അനുഭവിച്ച് ദൈവദിനം കേട്ട് ദൂതുകൾ ഗ്രഹിച്ച് അതിനനുസൃതമായി ജീവിപ്പാനുള്ള സമർപ്പണത്തോടു കൂടി മടങ്ങിപ്പോകണം എന്നതത്രേ നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു നല്ല ചരിത്രം ഈ മാരാമൻ കൺവെൻഷൻ ഉണ്ട് എന്നത് ഈ തരുണത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കുകയും ചെയ്യുന്നു. അപ്രകാരമുള്ള മാരാമൻ കൺവെൻഷൻ ഈ വർഷവും അനുഗ്രഹീതമായിട്ട് നടക്കുവാൻ തക്കവണ്ണം അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള മേൽനോട്ടത്തിൽ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ മേൽനോട്ടത്തിൽ ചെയ്യുന്നതായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളെയും ദൈവം അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. നമ്മളുടെ എല്ലാവരുടെയും പങ്കാളിത്തവും എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്നതായുള്ള ആളുകൾക്ക് ദൈവദിനം കേൾക്കുവാനായിട്ടുള്ള സൗകര്യവും ഈ പന്തലിൽ ഒരുക്കപ്പെടുക എന്നത് ഏറെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. മാരാൻ കൺവെൻഷൻ്റെ ഒരു പ്രത്യേകത ജാതി മതഭേദമന്യേ ലിംഗഭേദമന്യേ എല്ലാവർക്കും വന്ന് ചേരാം, വന്ന് മീറ്റിങ്ങിൽ സംബന്ധിക്കാം എന്നുള്ളതാണ്. ഈ വർഷം അത് സാധ്യമായി തീരുവാൻ തക്കവണ്ണം പരിശുദ്ധാർഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് ഞങ്ങളോട് നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ സർവാശക്തനത്തിനുമായ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, അവിടുന്ന് ഞങ്ങളുടെ സൃഷ്ടിതാവ്, ഞങ്ങളുടെ പരിപാലകൻ, ജീവിത സാഹചര്യങ്ങൾ ഞങ്ങളെ വഴി നടത്തുന്ന ദൈവം. ഓരോ ജീവിത സാഹചര്യങ്ങളിലും കൂടെ ഉണ്ടായിരുന്ന് അതിശയകരമായി അവിടുന്ന് ഞങ്ങളെ നിലനിർത്തുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരെ അത്ഭുതകരമായി വഴി നടത്തി, മാതാക്കളെ അത്ഭുതകരമായി വഴി നടത്തി. ഓരോ തലമുറയിലും ദൈവത്തിൻ്റെ ദിവ്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ പ്രാപിച്ച് നിലനിൽപ്പാൻ അവിടുന്ന് ഏവരെയും ശക്തീകരിച്ച വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളെ ലോകത്തിലാക്കി ജീവിപ്പാനുള്ളതായ അവസരം നൽകി സഭയെ തിരഞ്ഞെടുത്ത് ദൈവരാജ്യത്തിൻ്റെ ദർശനം ഏവർക്കും നൽകുവാനായിട്ട് അവിടുന്ന് നിയോഗിച്ചു. അവിടുത്തെ ദിവ്യമായിട്ടുള്ള ആലോചന സ്വീകരിച്ചുകൊണ്ട് ദൈവിക നിയോഗം ഏറ്റെടുത്തുകൊണ്ട് ഓരോ ഘട്ടത്തിൽ ചെയ്യുന്നതായ ശുശ്രൂഷകളെ അവിടുന്ന് മാനിക്കണമേ. മലങ്കര മാർത്തോമാ സുറിയാനി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സഭയെ ലോകമൊട്ടുക്ക് ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായി നിലനിർത്തിയിരിക്കുന്നതിനായി സ്തോത്രം. ലഭിച്ചതായ ദർശനം മങ്ങിപ്പോകാതെ ഈ കാലഘട്ടത്തിനനുസരണമായിട്ട് ദൈവവചന പ്രഘോഷണം, തിരുവചനത്തിൻ്റെ ധ്യാനം, അതിൻ്റെ മനനം, വ്യാപനം ഇത് സാധ്യമാക്കുവാൻ എല്ലായ്പ്പോഴും ഞങ്ങളെ സഹായിക്കണമേ. സുവിശേഷ പ്രസംഗ സംഘത്തെ
അവിടുന്ന് അതിനെടുത്തുപയോഗിക്കുന്നതിനായി സ്തോത്രം. സഭയുടെ ദൗത്യം കാലങ്ങളിൽ ദൈവജനങ്ങളിലേക്ക് എത്തിക്കുവാൻ, ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷകരായി ദൈവനാമത്തിനു വേണ്ടി ആവോളം അധ്വാനിപ്പാൻ, പ്രവർത്തിപ്പാൻ മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തെ അവിടുന്ന് എല്ലായ്പ്പോഴും ശക്തീകരിച്ച് നിലനിർത്തുന്ന വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് വന്ന് 131ാമത് മാരാമൺ കൺവെൻഷൻ്റെ ആരംഭം, അതിൻ്റെ പന്തൽ, അതിൻ്റെ കാലനാട്ട് കർമ്മം ഒക്കെ നിർവഹിച്ച് തുടങ്ങുമ്പോൾ ദൈവമേ, നിൻ്റെ ദിവ്യമായിട്ടുള്ളതായ സാന്നിധ്യവും ധാരാളമായ കൃപകളും അനുഗ്രഹങ്ങളും ഈ സ്ഥലത്തും ഈ പ്രദേശത്തും കൂടുതലായി അനുഭവിപ്പാൻ സഹായിക്കണമേ. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, തിരുനാമഹത്തിനു വേണ്ടി എന്നുള്ള മഹത്വത്തോടുകൂടെ ദൈവരാജ്യ ദർശനത്തിൽ എല്ലായ്പ്പോഴും നിലനിന്ന് അവിടുത്തെ ഹിതപ്രകാരം പ്രവർത്തിപ്പാൻ, ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് കാൽനാട്ടി പന്തലിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നു. ഇതിലൊക്കെ വ്യാപരിക്കുന്ന ദൈവകൃപ എത്ര വലുത്! ഈ പ്രദേശത്തുള്ളതായ വിശ്വാസ സമൂഹം, ഇടവകകൾ, മറ്റ് വിവിധ രീതിയിൽ കൺവെൻഷൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി കൈതാകൾ നൽകുന്നതായ ഗവൺമെൻറ്, പഞ്ചായത്ത് തല ചുമതലക്കാർ എല്ലാവരെയും ഓർത്ത് നിനക്ക് സ്തോത്രം കരയറ്റുന്നു. എല്ലാവരുടെയും ഒരുമിച്ചുള്ള പ്രയത്നമാകുന്നു, അധ്വാനമാകുന്നു. ഇത് ദേശത്തിന് അനുഗ്രഹകരമായിട്ട്, സഭയ്ക്ക് അഭിമാനകരമായിട്ട്, മനുഷ്യർക്ക് പ്രയോജനകരമായി തീരുവാനോടും സഹായിക്കണമേ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വിശ്വാസ സമൂഹം ഒരുമിച്ച് ചേർന്ന് വന്ന് ദൈവവചനം ശ്രവിച്ച് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിൽ പങ്കാളികളായി നിലനിൽക്കുവാൻ ഒരു മുഖാന്തരമായി ഈ വർഷത്തെ കൺവെൻഷനും അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഫെബ്രുവരി മാസം 8 മുതൽ 15 വരെ ഈ മണൽപ്പുറവും അതിൻ്റെ പരിസരങ്ങളും വിശുദ്ധമായി ആയിരങ്ങൾ പതിനായിരങ്ങൾ വന്നുകൂടുന്നതായ ആ ഒരു വലിയ സംഗമം ഏറ്റവും അനുഗ്രഹകരമായി നടക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. ദൈവദൂതന്മാരാൽ ഈ പ്രദേശത്ത് കാവൽ ചെയ്യണമേ. ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ പ്രാസംഗികരെ ശക്തിപ്പെടുത്തണമേ. സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും പ്രാസംഗികരായി എത്തുവാൻ താല്പര്യപ്പെടുന്ന എല്ലാവരെയും തിരുങ്ങൾ സമർപ്പിക്കുന്നു. എൻ്റെ കൃപയിലൂടെ കാക്കണമേ. സഭയെ ആശീർവദിക്കണമേ. മെത്രാപ്പോലീത്തെ ശക്തീകരിക്കണമേ. ഒരു തിരുവേനിമാരെ അവിടുത്തെ കൃപയിൽ കാക്കണമേ. പട്ടത്തെ സമൂഹത്തെയും സുവിശേഷകരെയും വിശ്വാസ സമൂഹത്തെയും ദൈവകൃപയെ നിലനിർത്തണമേ. എല്ലാവരും ഒരുമിച്ച് നിനക്ക് ഹല്ലേലൂയ പാടുവാൻ, കർത്താവിൽ സന്തോഷിപ്പാൻ ഈ വർഷവും മുഖാന്തരമായി ഭവിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുടെയും മഹത്വത്തിനായിട്ട് തന്നെ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാരുഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രിയരെ നമ്മോട് ഓരോരുത്തരോടുകൂടെ ഈ പന്തലിൻ്റെ നിർമ്മാണത്തോടുകൂടെ ഇന്നും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷനും മലങ്കരയുടെ 22ാം മാർത്തോമായുമായ അഭിവന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത തിരുമേനി, മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ അധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പ തിരുമേനി, ജനപ്രതിനിധികൾ, സംഘത്തിൻ്റെ ഓഫീസ് ബെയറേഴ്സ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മാർത്തോമ സഭയുടെ വികാരി ജനറൽ മാത്യു ജോണച്ചൻ, സഭാ സെക്രട്ടറി എബി ടി മാമിനച്ചൻ, ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, പ്രിയ സുവിശേഷകർ, ദൈവജനമേ, എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവകൃപയാൽ മാരാമൺ കൺവെൻഷൻ്റെ 131ാമത് കൂടിവരവിനായിട്ട് ഈ നാളുകളിൽ ഒരുക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. ഇന്ന് കൺവെൻഷൻ പന്തലിൻ്റെ കാൽനാട്ട് കർമ്മം അഭിവന്യ മെത്രാപ്പൊലിത്ത തിരുമനസിനാൽ അഭിവന്യ ഫിലിക്സിനോസ് തിരുമേനിയുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ച് ആരംഭിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയിരിക്കുന്നു. 130 വർഷക്കാലം വളരെ അനുഗ്രഹീതമായിട്ട് ഈ കൺവെൻഷൻ ക്രമീകരിക്കുവാൻ ദൈവം തമ്പുരാൻ ഓരോ നാളുകളിൽ ദൈവത്തിൻ്റെ സഭയെ ഒരുക്കി എല്ലാത്തിനായിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു.
പ്രത്യേകിച്ച് ഈ വർഷം ഇത്രത്തോളം കാലാവസ്ഥ അനുകൂലമാക്കി കാര്യങ്ങൾ ക്രമപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കി. ഇന്ന് ഈ പ്രത്യേകമായുള്ള കൂടിവരവിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. വന്നു ചേർന്ന് എല്ലാവരോടുമുള്ള സന്തോഷം ഈ സമയത്ത് അറിയിക്കട്ടെ. നമ്മുടെ സഭയുടെ മെത്രാപ്പോലിത്ത തിരുമേനി എല്ലാ കാര്യങ്ങളിലും ഈ കൺവെൻഷൻ്റെ ക്രമീകരണങ്ങൾക്ക് ഈ നാളുകളിൽ ഉപദേശവും ആലോചനയും നേതൃത്വവും നൽകി എല്ലാ കാര്യങ്ങളും അനുഗ്രഹീതമായിട്ട് മുൻപോട്ട് പോകത്തക്കവണ്ണം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് അഭിമന്യ മെത്രാപ്പോലിത്ത തിരുമനസ്സുകൊണ്ട് ഇന്ന് ഈ പ്രത്യേക കൂടിവരവിലും വന്ന് ആശീർവദിച്ച് ഇതിൻ്റെ കാൽനാട്ടുകർമ്മം നിർവഹിച്ചിരിക്കുമ്പോൾ അഭിമന്യ മാർത്തോമാ മെത്രാപ്പോലിത്ത തിരുമനസ്സിനോടുള്ള നന്ദി വിനയപൂർവ്വം എല്ലാവരുടെയും നാമത്തിൽ ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ സംഘത്തിൻ്റെ പ്രസിഡൻറ്റ് മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ അമരക്കാരൻ അഭിമന്യ ഡോക്ടർ ഐസക് മാർ ഫെലക്സിനോസ് എപ്പിസ്കോപ്പ തിരുമേനിയാണ്. എല്ലാ കാര്യങ്ങളിലും തിരുമേനിയുടെ ധന്യമായ നേതൃത്വം, വളരെ ഗ്രേസ്ഫുള്ളായിട്ടുള്ള ലീഡർഷിപ്പ് ഈ നാളുകളിൽ സുവിശേഷ പ്രസംഗ സംഘത്തിനും മാരാമൺ കൺവെൻഷനും ഒരു അനുഗ്രഹമായി തീരുന്നു. അഭിമന്യ ഡോക്ടർ ഐസക് മാർ ഫെലക്സിനോസ് എപ്പിസ്കോപ്പ തിരുമേനിയോടുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ ജനപ്രതിനിധികളുടെ സാന്നിധ്യം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ്. ഈ കൺവെൻഷനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളിലും ഇതിനോടകം ബന്ധപ്പെടാനായിട്ട് ശ്രമിച്ച സമയത്ത് ജനപ്രതിനിധികൾ എല്ലാവരും വേണ്ട സഹായം ചെയ്യത്തക്കവണ്ണം ഒരുക്കപ്പെടുന്നു. ഇന്ന് നമ്മുടെ ഈ കൂടിവരവിൽ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് മിസ്സസ് ദീനാമ്മ റോയ്, അതുപോലെ വൈസ് പ്രസിഡൻറ്റ് അനീഷ് വരിക്കണ്ണമല, ജില്ലാ പഞ്ചായത്ത് അംഗം സ്റ്റെല്ല തോമസ്, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ് ശ്രീ ടി കെ രാമചന്ദ്രൻ നായർ, തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്ത് പ്രസിഡൻറ്റ് എൽ സി ക്രിസ്റ്റഫർ, കോഴഞ്ചേരി പഞ്ചായത്ത് പ്രസിഡൻറ്റ് ജോമോൻ പുതുപ്പറമ്പിൽ, അതുപോലെ വൈസ് പ്രസിഡൻറ്റ് അനീഷ് കുമാർ, അതുപോലെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടിം ടൈറ്റസ്, കോഴഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിത ഫിലിപ്പ് ഉൾപ്പെടെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രതിനിധികൾ തോമസ് എബ്രഹാം, ജി ബി തോമസ്, മൃദുല റോയ്, അങ്ങനെ ജനപ്രതിനിധികൾ ആയിട്ട് വന്ന് സംബന്ധിക്കുന്ന എല്ലാവരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. മാത്രമല്ല സമീപയുള്ള പഞ്ചായത്തിലെ പല പ്രതിനിധികളും ഇതിൽ വന്ന് സംബന്ധിക്കുന്നുണ്ട്. അവരോടുമുള്ള പ്രത്യേക സന്തോഷം ഈ സമയത്ത് അറിയിക്കട്ടെ. നമ്മുടെ സഭയുടെ വികാരി ജനറൽ മാത്യു ജോണച്ചനും സഭാ സെക്രട്ടറി എബിറ്റി മാമനച്ചനും ഇന്ന് ഇതിൽ വന്ന് നേതൃത്വം നൽകുന്നു. പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ഓഫീസ് ബെയറേഴ്സ് പ്രൊഫസർ എബ്രഹാം ബി മാത്യു സാറ്, ജിജി വർഗീസ് അച്ഛൻ, ഡോക്ടർ എബി തോമസ് വാരിക്കാട്, അതുപോലെ സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, സംഘത്തിൻ്റെ ഓരോരോ ചുമതലയിലുള്ളവർ ഈ കാര്യത്തിന് വേണ്ട എല്ലാ കൈത്താങ്ങലും നൽകിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ ഭാരവാഹികളായിട്ടും കമ്മിറ്റി മെമ്പേഴ്സായിട്ടും ഒക്കെ ശുശ്രൂഷ ചെയ്തവരെയും നന്ദിയോടെ ഈ സമയത്ത് ഓർക്കുന്നു. വന്നിരായിട്ടുള്ള വൈദികരുടെ നേതൃത്വം വളരെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് എല്ലാ കാര്യത്തിലും നൽകുന്നതായിട്ടുള്ള സഹകരണത്തിനായിട്ടുള്ള നന്ദി പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകിച്ച് സമീപ ഇടവുകളിലെ വൈദികരുടെ നേതൃത്വം പ്രത്യേകിച്ച് ഈ സമയത്ത് ഓർക്കുന്നു. നമ്മുടെ ഇവാഞ്ചലിസ്റ്റ് ഈ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹമാക്കുന്നതിന് എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട ഇവാഞ്ചലിസ്റ്റിനോട്, സുവിശേഷകരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് വിവിധ മേഖലകളിൽ നിന്ന് ഇതിൽ വന്ന് സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അഭിമന്യ മെത്രാപ്പോലിത്ത തിരുമനസ് കൊണ്ട് ഓർപ്പിച്ചതുപോലെ തുടർന്നുള്ളതായിട്ടുള്ള ദിനങ്ങളിൽ ഏറ്റവും അനുഗ്രഹീതമായിട്ട് ഈ മണൽപ്പുറം ഒരുക്കത്തക്കവണ്ണം നമുക്ക് പ്രാർത്ഥനയോടെ പങ്കുചേരാം.
പ്രത്യേകിച്ച് നമുക്ക് ഈ വർഷം നമ്മുടെ പാലം തന്നെ ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഒരു ക്രമീകരണമാണ്. അതിൻ്റെ അവാൻസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഇവിടെ ഇപ്പോൾ ഉണ്ട്. പ്രത്യേകിച്ച് അവർ ഈ കാര്യത്തിലൊക്കെ നേതൃത്വം നൽകുന്നു. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഏറ്റവും ബ്ലെസ്സഡായിട്ട് ക്രമീകരിച്ച് 10,000-കണക്കിന് ആളുകൾ വന്ന് സംബന്ധിക്കുമ്പോൾ ഏറ്റവും നല്ല ഹോസ്പിറ്റാലിറ്റി നൽകത്തക്കവണ്ണം അത് അനുഗ്രഹീതമായ ദൈവവചനത്തിൻ്റെ സംവേദനമായിട്ട് അത് പ്രായോഗിക ജീവിതവുമായി ബന്ധപ്പെടുത്തി അനുഗ്രഹീതമായ സാക്ഷ്യത്തിന് പരിശുദ്ധ സഭയെ ഒരുക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ധാരാളം ആളുകൾ ഇവിടെയുണ്ട്. എന്നാൽ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അങ്ങനെ പേരെടുത്ത് എല്ലാവരെയും പറയാനായിട്ട് സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നു. പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.